ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. എനിക്ക് ജലദോഷം ആയതുകൊണ്ട് തന്നെ സൗണ്ടിനൊക്കെ കുറച്ച് മാറ്റമുണ്ടേ. 2 ദിവസമായിട്ട് അയറയ്ക്ക് നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അവിടെ നിന്നിപ്പോൾ എനിക്കും ആയിട്ടുണ്ട്. വയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. ഹൈറയും ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. നേരെ ഞാൻ കിച്ചണിൽ കയറിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ബൂരിയും കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ബൂരിക്ക് കുഴയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ അയർ അപ്പോഴേ കൈയിട്ടെല്ലാം കുളമാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം നേരെ കിഴങ്ങെടുത്തിട്ട് ചെത്തി അതൊക്കെ വൃത്തിയാക്കി കുക്കറിൽ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബൂരിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കാമല്ലോ. സാധാരണ എല്ലാ ദിവസവും തലേ ദിവസം പിറ്റേന്ന് എന്തുണ്ടാക്കണമെന്ന് കരുതി പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി വെക്കുന്നതാണെങ്കിൽ അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഇന്നലെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ലേ. തലേ ദിവസം പ്ലാനിങ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ കിച്ചണിൽ വരുമ്പോൾ മൈൻഡ് ഭയങ്കര ബ്ലാങ്കാണ് കേട്ടോ. ഇങ്ങനെ എന്തുണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ സ്റ്റക്കായി പോവാറുണ്ട്. നിങ്ങൾക്ക് ശരിക്കും അങ്ങനെയാണോ? മരുന്നൊക്കെ കഴിച്ചിട്ട് എൻ്റെ സൗണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇങ്ങനെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടല്ലേ. പതിയെ പൂരിക്കുള്ള മാവ് കുഴയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയറേൻ്റെ അടുത്ത് വന്ന് കേട്ടോ. കുറച്ച് ഇളക്കൊക്കെ ഇളക്കിയിട്ട് ആളെ പതുക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന എല്ലാത്തിലും വന്ന് കൈയിട്ടിട്ട് എൻ്റെ കുറേ മാവെല്ലാം വേസ്റ്റായി പോകും. അങ്ങനെ പൂരിക്കുള്ള മാവ് കുഴച്ചത് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കുറച്ച് ഷുഗറിൻ്റെ അളവൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയറയ്ക്ക് കട്ട എടുത്തപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും പഞ്ചസാര വേണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് വീണ്ടും ഇടിയിപ്പിച്ച് അത് മിക്സാക്കി കൊടുത്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഈ ഒരു സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഷേപ്പായിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ അത് കാണുമ്പോൾ. ആദ്യം കിഴങ്ങ് കറിയാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ശരിക്കും കിഴങ്ങ് കറി വെക്കണമെങ്കിൽ ഇനി തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെ കുറേ സമയം വേസ്റ്റാവും. അപ്പോൾ ഇപ്പോഴേ ഓൾറെഡി സമയം ലേറ്റായി കേട്ടോ. ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലാൻ മാറ്റിയിട്ട് കിഴങ്ങ് ബാജി പോലെ വെക്കാമെന്നാണ് കരുതിയത്. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കിഴങ്ങിൻ്റെ ബാജിയെല്ലാം കുറച്ച് വെള്ളമായിട്ടല്ലേ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കുറച്ച് ഇങ്ങനെ തിക്കായിട്ടാണ് കേട്ടോ വെക്കുന്നത്. ബൂരിക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അതാണ്. മാത്രമല്ല ഞാനതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കടുക് പൊട്ടിക്കുന്ന സമയത്ത് കടുകിന് പകരം കുറച്ച് കൂടുതൽ ഉഴുന്നിടും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വറുത്ത് വരുമ്പോഴത്തേക്കുള്ള ആ മണവും അതിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം കറിയാണ് കേട്ടോ ഉണ്ടാക്കി വയ്ക്കുക. കാരണം പൂരി ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒന്നൊന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ ടൈം ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കറി ആദ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴത്തേക്കും വേഗം കഴിക്കാമല്ലോ. അതുകൊണ്ട് ആദ്യം കറി ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. പൂരി ഉണ്ടാക്കുന്ന സമയമായപ്പോഴത്തേക്കും അയറ എൻ്റെ അടുത്ത് എത്തി സ്ലാബിൻ്റെ പുറത്തൊക്കെ കയറി ഇരിപ്പുണ്ടായിരുന്നിട്ട് ഞാനിങ്ങനെയാണ് കേട്ടോ പൂരി ഉണ്ടാക്കുന്നത്. പരത്തിയിട്ട് ഒരു പാത്രം വെച്ച് കട്ട് ചെയ്യുവേ. അപ്പോൾ അതിന് വേണ്ടി അയറ എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അയറയും കൂടെ ഒന്ന് വീടിന് പുറത്തൊക്കെ ഒന്ന് പറമ്പിലൊക്കെ ചുറ്റിയിട്ടാണ് കേട്ടോ വന്നത്. നമ്മുടെ ഇപ്രാവശ്യത്തെ മാവ് അങ്ങനെ പൂത്തൊക്കെ നിൽപ്പുണ്ട്. കുറച്ചിങ്ങനെ ചെറിയ കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് 2 പൊട്ടി വീണിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉച്ചത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയിലയൊക്കെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ആ 2 മാങ്ങ അരിഞ്ഞിട്ട് അവൾക്ക് ഉപ്പും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്ന പാടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൊടുത്തു. ആൾക്ക് മാങ്ങയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അയറയ്ക്ക് മാങ്ങയും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടും പിന്നെ പൂരി ഉണ്ടാക്കിയതും അങ്ങനെയായിട്ടുള്ള കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് നേരെ മുരിങ്ങയിലെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ആളെൻ്റെ അടുത്തെത്തിയിട്ട് എനിക്ക് നല്ല പണി തരുന്നുണ്ട്. ഇടയിൽ കൂടെ ഓരോന്നെല്ലാം ആ തണ്ടോട് കൂടി കുറേ പിച്ചിയിട്ട് തന്നു കേട്ടോ.
പിന്നെ അതൊക്കെ വീണ്ടും എടുത്ത് വൃത്തിയാക്കി അതെല്ലാം അങ്ങനെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം നേരെ മീൻ വെട്ടാൻ ഇറങ്ങി കേട്ടോ. കഴിഞ്ഞ ദിവസം മീൻ മേടിക്കാൻ പോയപ്പോഴത്തേക്കും മത്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചൂരയും കിട്ടി കേട്ടോ. ചൂര അങ്ങനെ ഇവിടെ കണ്ണൂർ അങ്ങനെ അധികം ഒന്നും കിട്ടാറില്ല, വല്ലപ്പോഴുമാണ് കേട്ടോ കാണാറ്. കാണുമ്പോൾ തന്നെ ഞാൻ ആദ്യം മേടിക്കാറ് ചൂരയാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ ഐറ്റം ആണല്ലോ ചൂര. പക്ഷേ കണ്ണൂർ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാർ വാങ്ങുന്നത് കുറവാണ്, മാർക്കറ്റിലൊക്കെ ഇത് കാണുന്നത് കുറവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രംകാരുടെ ഫിഷ് ഐറ്റംസിലെ വികാരമാണ് കേട്ടോ ചൂര എന്ന് പറയുന്നത്. ഒരു 3 ഡേയ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാവുക ചൂര. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു 3-4 മാസം കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ ഏതെങ്കിലും ഒരു ദിവസം ചൂര കിട്ടുന്നത്. അങ്ങനെ ചൂര വെട്ടുന്ന എൻ്റെ സ്കില്ലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം എടുത്ത് കേട്ടോ എല്ലാം മുറിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെച്ചിരുന്നത് കൊണ്ട് തന്നെ നല്ല ഐസായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പീസിൻ്റെ ഉള്ളിലത്തെ ഐസൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാൻ കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നു. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇളകി വന്നു കേട്ടോ. ചൂരയെന്ന് പറയുമ്പോൾ തന്നെ നല്ല മുള്ളും തലയൊക്കെ വെച്ചുള്ള കറിയും നല്ല കപ്പയുമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഇന്നത്തെ മീൻ വെട്ടലിൽ ശരിക്കും പറഞ്ഞാൽ ഐറയുടെ അധികം കൈകടത്തലൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടെല്ലാം വെട്ടി തീർക്കാൻ പറ്റിയേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ട് നിന്ന് കുക്ക് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സമാധാനത്തിൽ കുക്ക് ചെയ്യാമല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേ ഒരു ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റർബാണ് കേട്ടോ. പിന്നെ മര്യാദയ്ക്കൊക്കെ ഇരുത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്നോട് സഹകരിക്കാറുണ്ട് ആൾ. പിന്നെ ചില സമയത്താണെങ്കിൽ കൺട്രോൾ പോവേ. ഞാൻ കിച്ചണിൽ ഇങ്ങനെ ഓരോരോ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യും കേട്ടോ. അടുത്തെന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അടുപ്പത്ത് വെക്കുമ്പോൾ അടുത്തെന്ത് ചെയ്യണം. ഇങ്ങനെ ഒരു സാധനം ഫുള്ള് വെന്ത് പാകമായി കിട്ടുന്ന അത്രയും സമയം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ പിന്നെ അടുത്ത് വെക്കാനുള്ള അല്ലെങ്കിൽ കറി വെക്കാനുള്ളതോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ളതോ അങ്ങനെയായിട്ടുള്ള എന്തെങ്കിലും ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ പണികളെല്ലാം വേഗം തീർക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മീൻ വെട്ടുന്ന സമയത്ത് തന്നെ ചോറ് വാർക്കാൻ വേണ്ടിയിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചോറായപ്പോഴത്തേക്കും നേരെ അടുത്ത് മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ എൻ്റെ ഫുൾ കുക്കിങ്ങും ഇൻഡക്ഷനിലാണ് കേട്ടോ. ഗ്യാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, പുതിയത് എടുത്തിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷനിലായതുകൊണ്ട് തന്നെ 1/1 ആയിട്ടല്ലേ കുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല എല്ലാ പാത്രങ്ങളും ഇൻഡക്ഷനിൽ വെക്കാനും പറ്റില്ല കേട്ടോ. ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള 2-3 പാനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കറി വെക്കുമ്പോഴത്തേക്കും പിന്നെ അടുത്ത കറി വെക്കാൻ നോക്കുമ്പോൾ അതിൽ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്തെടുത്താലേ അടുത്തൊരു സംഭവം കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഇൻഡക്ഷൻ മാത്രം ഉള്ളപ്പോൾ ഉള്ളൊരു പണിയെന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ മാക്സിമം നേരത്തെ ജോലിയെല്ലാം കുക്കിംഗ് എല്ലാം കഴിക്കാറാണ് കേട്ടോ പതിവ്. പിന്നീട് ക്ലീനിങ്ങും പിന്നെ അലക്കലും അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പോകലുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പണിയാകും. രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് പോയി മോട്ടറിടും. പിന്നെ ചാർജിന് വെക്കാനുള്ള സംഭവങ്ങൾ ഫോൺ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പോയി ചാർജിനിടും കേട്ടോ. നിങ്ങളൊക്കെ ശരിക്കും രാവിലെ എണീക്കുമ്പോൾ ആദ്യം ഇതൊക്കെ തന്നെയാണോ ചെയ്യാറ്? നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ എഡിറ്റിങ്ങും പിന്നെ അപ്ലോഡിങ്ങും അങ്ങനത്തതൊക്കെ രാത്രിയിലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമേ. പിന്നെ രാവിലെ ആദ്യം മോട്ടർ ഇടുന്നത് കൊണ്ട് തന്നെ അപ്പോഴത്തേക്കും ഇൻഡക്ഷൻ കുത്താനും പറ്റില്ല കേട്ടോ. കാരണം ഹൈ വോൾട്ടിലല്ലേ ഉണ്ടാവുക. അപ്പോൾ രണ്ടും കൂടെ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കിച്ചൺ പൂട്ടേണ്ടി വരും. അതുകൊണ്ട് മോട്ടർ ഇട്ടിട്ട് അത്യാവശ്യം ഞാൻ കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെക്കുവേ. അപ്പോഴത്തേക്കും മോട്ടർ നിറയുണ്ടാവും. പിന്നെ നേരെ കുക്കിങ്ങിലേക്ക് പോകും കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ. ബൈ.